ഹലോ, അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ അത്. ഉണ്ണിയപ്പം പോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലവണ്ണം കേക്ക് എടുത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് കുക്കറിൽ ഒരു 3 വിസിൽ വരെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഉരുളക്കിഴങ്ങ് 4 ആക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരഞ്ഞ് വരാൻ പാകത്തിന് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഈ അരി ഒന്ന് മൂടി നിൽക്കുന്ന രീതിക്ക് വെള്ളം എടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ അടുത്തത് ഞാൻ ഇതുപോലെ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മറ്റേ ഉരുളക്കിഴങ്ങും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി കഷ്ണം ഫസ്റ്റ് ചേർത്തത് മാത്രം മതി കേട്ടോ, പിന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് ചുവറ്റുമ്പാടെ പറന്നിട്ടുണ്ട്. കുറച്ചും പാടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച വെള്ളവും പിന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റി പറന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. നമ്മളതിലേക്ക് വെള്ളം ചേർത്തിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്യാം. ഇനി ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയാണ്, അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ചെറിയ ജീരകം പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, അതും പാടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡയും ഉപ്പും അതിലേക്ക് ഇട്ട കഷ്ണങ്ങളും ഒക്കെ ഒന്ന് ഇതാവും വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. ഇപ്പം നമ്മളെ മാവ് ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. നല്ലവണ്ണം കട്ടിക്കും അല്ല, ഇന്ന് നല്ലവണ്ണം കുറുകിയിട്ടും അല്ല, ആ ഒരു രീതിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഒന്ന് കുറച്ച് മാത്രം ചുവറ്റി പറന്ന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അരച്ചെടുത്ത വെള്ളം അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. നമ്മുടെ മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക്
കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും അതൊരു ഇഷ്ടപ്പെടും. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ചട്ടിയിലൊന്നും പിടിക്കൂല കേട്ടോ. ഇനി നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് ഇത് ചുടുന്നതെങ്കിലും അതിലത് പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് പാത്രത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. എണ്ണ നമ്മൾ അധികം ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് ഇതിലധികം എണ്ണ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കൊരു ടേസ്റ്റാണ് കേട്ടോ അത്. കറി പോലും വേണ്ട കേട്ടോ അതേക്ക്. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് 2 മിനിറ്റ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ അതായിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി, ഇതിന് പേരെന്താ പറയുന്നത് എനിക്കറിയില്ല, ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം അല്ല കേട്ടോ, ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് പഞ്ഞി പോലെയാണ്. നമ്മളിതിൽ മുട്ട ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരിതിൽ കഴിക്കുന്നത് അറിയേയില്ല. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.